ഒരിക്കൽ കുറൂരമ്മ വിൽവമംഗലം സ്വാമിയാരെ തന്റെ വീട്ടിൽ പൂജ നടത്താൻ ക്ഷണിച്ചു. സ്വാമിയാർ എത്താൻ മുമ്പേ കുറൂരമ്മയുടെ വീട്ടിൽ പൂജാക്രമീകരണങ്ങൾ സുവ്യവസ്ഥിതമായി ഒരുക്കിയിരുന്നു. അതിനുള്ള ക്രമീകരണം ചെയ്ത് കുറൂരമ്മയുടെ കൂടെയുണ്ടായിരുന്ന ഒരു ചെറുകുട്ടിയായിരുന്നു. പൂജ ആരംഭിച്ചപ്പോൾ സ്വാമിയാർ ധ്യാനത്തിൽ ഏർപ്പെട്ടു. അവിടെയുള്ള അന്തരീക്ഷം ദിവ്യമായി അനുഭവപ്പെട്ടു. സ്വാമിയാർ മന്ത്രങ്ങൾ ജപിച്ചു പൂക്കൾ ഭഗവാന്റെ പ്രതിമയ്ക്ക് അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതെല്ലാം ചെറിയ കുട്ടിയുടെ കാലിന് സമീപം വീണു. കുട്ടിയുടെ ഈ പ്രവൃത്തിയിൽ ശിഷ്യന്മാർ കുപിതരായി അവനെ ഒരു മൂലയിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു. പിന്നീട് പൂജ വീണ്ടും ആരംഭിച്ചു. എങ്കിലും രണ്ടാം തവണയും സ്വാമിയാർ വെച്ച പൂക്കൾ കുട്ടിയുടെ കാലിൽ വീണു. അത്ഭുതത്തോടെ വിൽവമംഗലം സ്വാമിയാർ കുട്ടിയിലേക്ക് നോക്കി. ഏതോ ദിവ്യ സംശയം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചു. ആ സമയത്ത് സ്വാമിയാർ ഗംഭീര ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. ധ്യാനസമാധിയിൽ അദ്ദേഹം ബോധ്യപ്പെട്ടു, ആ കൊച്ചുകുട്ടി സാധാരണ കുട്ടിയല്ല, കുറൂരമ്മയെ സഹായിക്കാൻ അവിടെയുള്ള ഗുരുവായൂരപ്പൻ തന്നെയാണ്. സ്വാമിയാരെ നോക്കി ഭഗവാൻ മൗനത്തിൽ ആംഗ്യം ചെയ്തു. രഹസ്യം ആരോടും വെളിപ്പെടുത്തരുത്. ഈ ദിവ്യസത്യം മനസ്സിലാക്കിയ സ്വാമിയാർ ഭക്തിപൂർവം കൂപ്പുകൈ ചേർത്തു. ആ രഹസ്യം അവൻ ആരോടും തുറന്നു പറഞ്ഞില്ല. എന്നാൽ തന്റെ ഹൃദയത്തിൽ ദൈവാനുഭൂതി നിത്യവുമായ സ്മരണയായി സൂക്ഷിച്ചു. കൃഷ്ണ, ഗുരുവായൂരപ്പ.